സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയിലും ഇന്ത്യയുടെ സൈന്യ ശക്തിയിലും ഇന്ത്യയുടെ പുരോഗതിയിലും പിന്നെ പാശ്ചാത്യ രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ യഹൂദന്മാർക്കോ, അതായത് ഇസ്രേലികൾക്കോ യാതൊരു വിധത്തിലുള്ള സന്തോഷവുമില്ല. ഇന്ത്യയെ സാമ്പത്തികമായിട്ട് എങ്ങനെ തകർക്കാം, ഇന്ത്യയെ സൈനികമായിട്ട് എങ്ങനെ തകർക്കാം, ഇന്ത്യയെ എങ്ങനെ 50 വർഷം പുറകോട്ടടിക്കാം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് ചൈന, അത് കഴിഞ്ഞാൽ ഇന്ത്യയാണ്. അപ്പോൾ അതിനെ തകർക്കാൻ വേണ്ടിയാണ് പാശ്ചാത്യ ശക്തികളും യഹൂദന്മാരും ശ്രമിക്കുന്നത്. അതിന് ഓശാന പാടുന്നവരാണ് ഷായസ്കറിയായും ബാക്കിയുള്ളവർ. അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഈ പരിവാർ സംഘങ്ങൾക്ക് ഇല്ല. കാര്യം ബുദ്ധിയുള്ള ആരുണ്ട്? വിദ്യാഭ്യാസമുള്ള ആരുണ്ട്? ബുദ്ധിജീവികൾ എവിടെ? ഇല്ല. അവർക്കൊന്നും അറിഞ്ഞുകൂടാ. രാജ്യം ഭരിക്കാൻ RSS പറയുന്നതനുസരിച്ചല്ലേ ചെയ്യുന്നത്. അപ്പം എല്ലാത്തിനും പിന്നെ അവർക്ക് പിടിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ മുസ്ലിങ്ങളെ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യിക്കാം. അവരാണ് നമ്മളെ ശത്രുക്കൾ, അവരാണ് രാജ്യദ്രോഹികൾ, അവരാണ് ഭീകരന്മാർ. ഭീകരത എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരമായ 2 രാഷ്ട്രങ്ങളാണ് അമേരിക്ക, ഇസ്രായേൽ. പിന്നെ വേറൊരു ഭീകരത എന്ന് പറയുന്നത് RSS കാരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മിലിറ്റന്റ് സംഘടനയിൽപ്പെട്ട ഒരു സംഘടനയാണ് RSS. ആയുധ പരിശീലനം നടത്തുന്നത് ഞാൻ നേരത്തെയും ഒരു വീഡിയോയിൽ, ഞാൻ 1-2 വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നതാണ്. ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും RSS നടത്തുന്നത് പോലെയുള്ള ആയുധ പരിശീലനം നടത്തണം. കാരണം ഇവര് ഇവിടെയുള്ള പിന്നെ ദളിതായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഇല്ലായ്മ ചെയ്യുക എന്നാണ് അവരുടെ പരമമായ ലക്ഷ്യം. അപ്പൊ ഇതിനെ നേരിടണമെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും RSS ചെയ്യുന്നത് പോലെ ആയുധ പരിശീലനം നടത്തിയെടുക്കണം. അപ്പോ എങ്കിലേ അവരെ നേരിടാൻ ഒക്കുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കി ഇരുന്നാൽ നമുക്ക് നല്ലതാണ്. എന്തായാലും ശരി, വീഡിയോ ഇങ്ങനെ ഇട്ട് പോകുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് ദീർഘിപ്പിച്ച് പോകുമ്പോഴത്തേക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ജനങ്ങളൊന്നും എല്ലാ പിന്നെ ആ വീഡിയോ ഫുള്ളായിട്ടൊന്നും കാണുന്നില്ല. ഞാൻ പിന്നെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊക്കെ വളരെ വ്യൂവേഴ്സ് കുറവാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഈ യൂട്യൂബുകാർ തുറക്കാത്തത് കൊണ്ടാണ്. യൂട്യൂബുകാർ ഓപ്പൺ ചെയ്താലല്ലേ വ്യൂവേഴ്സ് ഉണ്ടാവും. അപ്പൊ അവർ ചെയ്തില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും ശരി, ഞാൻ എപ്പോഴും പറയുന്നത്, മതം ഏതായാലും ശരി, ഏത് രാഷ്ട്രീയമായിരുന്നാലും ശരി, ജനങ്ങൾ സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും സൗഹൃദത്തിലും കഴിയണം. അത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം പണ്ടേ അങ്ങനെ തന്നെയായിരുന്നു. അത് നിലനിർത്തിക്കൊണ്ടു പോകണം. അധികാരത്തിന് വേണ്ടിയും കസേരയ്ക്ക് വേണ്ടിയും പണത്തിന് വേണ്ടിയും ഇല്ലാത്ത പ്രശ്നങ്ങളും വിദ്വേഷവും വെറുപ്പും സമൂഹത്തിൽ പ്രചരിപ്പിച്ച് വിഷം ചീറ്റുന്ന കുറെ വിഷജന്തുക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ ഒറ്റപ്പെടുത്തി നമ്മൾ എങ്ങനെയാണ് കാലാകാലങ്ങളായി കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ കഴിഞ്ഞു പോകും. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണം. കൂടുതലായി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ രാജ്യം സമ്പൽ സമൃദ്ധമാവുന്നതോ സാമ്പത്തികമായി മെച്ചപ്പെടുന്നതോ സൈനിക ശക്തി കൊണ്ട് നമ്മൾ മെച്ചപ്പെടുന്നതോ ഒന്നും പാശ്ചാത്യ രാജ്യങ്ങളോ ഈ ഇസ്രയേലുകളോ ആഗ്രഹിക്കുന്നവരല്ല, അതിലവർ സന്തോഷപ്പെടുന്നവരല്ല. പക്ഷേ അവരെന്ന് പറയുന്നത് രാജ്യത്ത് ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ചുറ്റിനുമുള്ളതെന്ന് പറയുന്നത് ഒന്ന് ബംഗ്ലാദേശ്, ഒന്ന് പാകിസ്ഥാൻ, ഒന്ന് അഫ്ഗാനിസ്ഥാൻ, ഒന്ന് ചൈന. അപ്പൊ ഇങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ട് ഒരു ടെൻഷൻ ഇല്ലാത്തതും കൊല്ലാത്തതും അവർ തന്നെ ഉണ്ടാക്കിയിട്ട് ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കുക. എന്നിട്ട് ഏതെങ്കിലും കാരണവശാൽ അവർ തന്നെ ചെയ്യും, അവർ തന്നെ ചെയ്യിക്കും. അവർ തന്നെ വേണമെങ്കിൽ പാകിസ്ഥാനിലെ ആളിനെ ഇറക്കി ഭീകരന്മാരെ ഉണ്ടാക്കി ഇന്ത്യക്കകത്തോട്ട് കയറ്റി വെടിയിപ്പിക്കും. അപ്പോൾ യുദ്ധം ഉണ്ടാവും, യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടാവും. അത് BJP-ക്കാർക്കും അനുകൂലമാണ്. കാരണം അവർക്ക് അധികാരം, അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, അധികാരം നിലനിർത്തുക. അല്ലാതെ ഈ രാജ്യത്തോടുള്ള താല്പര്യവും രാജ്യസ്നേഹമൊന്നും അവർക്കൊന്നും ഇല്ല. രാജ്യസ്നേഹം ഉള്ളതും രാജ്യത്തോട് താല്പര്യവും രാജ്യത്തെ ജനങ്ങളോട് കടപ്പാടുള്ളതും ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് മാത്രമാണ്. അതിന്റെ അവരെ കൂടെ നിൽക്കുന്നവർക്ക് മാത്രമേ. അത് മനസ്സിലാക്കി ഇന്ത്യയിലുള്ള സാധാരണ ജനങ്ങൾ പ്രവർത്തിക്കണമെന്നും ഏതെങ്കിലും കാരണവശാൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരെയാണെങ്കിൽ ഈ സംഘപരിവാർ ശക്തികളെ നമ്മൾ പുറത്തു നിർത്തണമെന്നും. കാരണം അവർ ബാലറ്റില് പല കൃത്രിമവും കാണിച്ചാണ് ഇപ്പൊ പല സ്ഥലത്തും ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇനി മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്നാലും ജുഡീഷ്യറി ആയിരുന്നാലും മിലിറ്ററി ആയാലും പോലീസ് ആയിരുന്നാലും സിവിൽ സർവീസ് ആയിരുന്നാലും എല്ലാത്തിലും ഇപ്പോ സംഘപരിവാർ പിടിമുറുക്കിയിരിക്കുകയാണ്. അതൊക്കെ ഇനി മാറ്റിയെടുക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എന്തായാലും ശരി, മനുഷ്യർ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല.
അതുകൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കണമെന്നും നമ്മുടെ രാജ്യം പണ്ട് എങ്ങനെയാണ് നിലനിർന്നത്, മത സ്വാതന്ത്ര്യമായിരുന്നാലും ശരി, സാഹോദര്യമായിരുന്നാലും ശരി, മതേതരത്വമായിരുന്നാലും ശരി, ജനാധിപത്യമായിരുന്നാലും ശരി, അത് നിലനിന്ന് കാണാൻ, ഇന്ത്യ എന്ന മഹാരാജ്യം നിലനിന്ന് കാണാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ നമ്മുടെ ആൾക്കാരോട് ആവശ്യപ്പെടുന്നത്. നമ്മൾ അതിനു വേണ്ടി നിലകൊള്ളണമെന്നും രാജ്യത്തിന് വേണ്ടി മരിക്കാൻ ഞാൻ റെഡിയാണ്, എനിക്ക് യാതൊരു പേടിയില്ല. ഇനിയിപ്പോ സംഘപരിവാറല്ല, ഇനി ഏത് RSS വന്നാലും നമുക്ക് അതിനകത്ത് യാതൊരു പ്രശ്നമില്ല. മരിക്കുന്നത് തന്നെ ഒരു പ്രാവശ്യം മരിച്ചാലേ ഉള്ളൂ എന്നായാലും. അത് വീരമൃത്യു തന്നെ ആവട്ടെ, അതിന് നല്ലത്, അതാണ് അന്തസ്സ്. അതിനെ പേടിച്ചോടുന്ന പരിപാടിയില്ല. അപ്പോ മരിക്കാൻ നമ്മൾ തയ്യാറാവണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി. നമ്മുടെ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്, നമ്മുടെ സമുദായത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. അതിനൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല. അപ്പോ അവനവന്റെ ജാതിയും മതവും അനുസരിച്ച് തന്നെ അവനവൻ ജീവിക്കട്ടെ, അവനവന്റെ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രമാണങ്ങൾ വിശ്വസിച്ചിട്ട് ജീവിക്കട്ടെ. അങ്ങനെ ജീവിക്കാനുള്ള ഒരു അവസരവും, അങ്ങനെ ജീവിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യ എന്ന മതേതരത്വ ജനാധിപത്യ രാജ്യത്തെ സമ്പൽ സമൃദ്ധമാക്കാൻ വേണ്ടി, ജനങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി നമ്മളെല്ലാം പ്രതിജ്ഞാബദ്ധരാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.